അരമണിക്കൂർ വേണ്ട, അരമണിക്കൂറിനകം പെയ്യും. ഗുരു 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 എങ്ങനെയാ ചാണ്ടിയുണ്ട്. ചാടി ചാടുന്നില്ലേ? എന്നവിടെ ചാടി അങ്ങ് മാറി ചാടിയാണ്. ബംഗാളി സെറ്റാക്കി തരാൻ പദങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഇവന് മുട്ടിച്ചു കൊടുക്കും. ഇതുപോലും ഇല്ല എല്ലാ സൊസൈറ്റിയും. അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളെ വെച്ചുകൊണ്ട് താല്പര്യമില്ലെന്ന് നല്ലതുണ്ടോ? മഴയത്തില്ലാതെ കുളിക്കാനുള്ള ഡ്രസ്സാ. വരവെള്ളം ഇടി ഉണ്ടാവും. വരവെള്ളം ഈ വെള്ളത്തെ എവിടെയെങ്കിലും അടിച്ചാൽ ചിലപ്പോൾ പവർഫുൾ സാധനമല്ലേ ഇപ്പോൾ ഇതിന്റെ വില അറിയപ്പെടും നമുക്ക്. ഞങ്ങൾക്കൊക്കെ ഇതൊരു വലിയ വിലയുള്ള സാധനമാണ്. ഇപ്പം നമ്മൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഒരു ഞങ്ങള് അതായത് ഓരോ പദ്ധതി കൊണ്ടുവരുമ്പോഴത്തെ ജനങ്ങളുടെ അജ്ഞത ഞാൻ പറഞ്ഞ ഞങ്ങള് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഈ ടി എൻ ജേക്കബിന് കാശ് ഉണ്ടാക്കാനായിരുന്നു, അത് വേറെ വിഷയം. ഉണ്ടാക്കാനാന്നുള്ള രീതി ഇതുകൊണ്ട് എന്നാ പ്രയോജനം ഇക്കാലത്ത്, എന്തിനാ ഇതിലെ കൂടെ വെള്ളം വരുന്നേ, ആര് കൃഷി ചെയ്തിട്ടാ, മറ്റതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാളിത് വെറുതെ കിടന്ന് മനുഷ്യന് കാശ് വെറുതെ കിടന്നു. വലിയ പ്രയോജനം ഇതുകൊണ്ട് കിട്ടിയ പ്രയോജനം എന്നാണെന്നറിയോ? ഈ വീട്ടിലോട്ട് വഴിയില്ലായിരുന്നു, അതിന്റെ അപ്പുറത്തെ ആ വീട്ടിലോട്ട് വഴി. ഇത് മുഴുവൻ ഈ സൈഡിൽ ഇവർ അക്വയർ ചെയ്ത് പോയിട്ടുണ്ട്, രണ്ട് സൈഡും വഴിയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഇരിക്കുന്ന മുട്ട സഹോദരനില്ലേ, പുള്ളിയുടെ വീടെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ആ കണ്ടെത്തിയിരിക്കുന്ന വീടാണ്.
പുള്ളിയുടെ വീട്ടിൽ പിന്നെ പണ്ട് പുള്ളി മേടിച്ച വീട് പണ്ടൊരു ഓലിയായിരുന്നു. ആ ഓലി കിണറാക്കിയതാണ്. അടി പാറയാണ്. ഈ പുള്ളി ഒന്ന് കുറേ കൂടെ പൊട്ടിച്ചു വെള്ളത്തിന് വേണ്ടിയിട്ട്. എന്തിനാണെന്നറിയോ? വെള്ളം കൊണ്ട് അടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോഴത്തേനും സംഭവിച്ചത് എന്നാണെന്നറിയോ? വെള്ളം വീണ്ടും അടിക്കണം. കനാലിൽ വെള്ളം വരാൻ തുടങ്ങിയാൽ പിന്നെ പുള്ളിക്ക് വെള്ളം അടിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഗ്യാപ്പ് വഴി മുഴുവൻ വെള്ളം ഇറങ്ങില്ല. ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഈ പറമ്പിലൊന്നും കിണർ കുത്താൻ പോലും പറ്റിയത്. ഇപ്പം വേനലാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കിണർ കുത്താൻ പോലും പറ്റിയത്. എല്ലാ പറമ്പിലും വെള്ളമായി ഈ പ്രദേശത്തുള്ള അല്ലേ? ഈ കനാലിൽ ടച്ചായി പോകുന്ന ഇപ്പൊ അങ്ങ് താഴത്തോട്ട് ഇപ്പുറത്ത്. അത് കൂടാതെ ആ താഴെ ഒരു കുളമുണ്ട് അവിടെ. അതൊക്കെ ഫുള്ള് വെള്ളം. അത് മറ്റേ സുജൽധാരയുടെ കുളം ആക്കി അവര്. സുജൽധാര ഇല്ല, മറ്റേ പ്രധാനമന്ത്രിയുടെ. അത് അടിച്ചേച്ച് നമ്മുടെ ആ വീടിന്റെ അവിടെ നിന്ന് മേളിലോട്ട് ഈ ഇവിടെ ഉള്ള ഒരു 300 കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടും. മൊത്തം ഇവിടെ പമ്പ് ചെയ്യുന്നത്. ഇവിടുന്ന് പമ്പ് ചെയ്ത് മേളിൽ കയറ്റും. ആ കുളത്തിനകത്ത് വെള്ളം വേണം. ഈ സമാനത്തിനകത്ത് വെള്ളം വേണം. ഇതൊക്കെ കുറെ കഴിയുമ്പോഴത്തേനും പിള്ളേർക്കൊക്കെ കിട്ടാക്കനിയാവും. ബാംഗ്ലൂർ കണ്ടില്ല വെള്ളം ഇല്ലാണ്ട്. ബാംഗ്ലൂർ വെള്ളമില്ല. തിരിച്ചൊരു കമന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല. ഇന്നത്തെ വീഡിയോ എടുത്ത കാണാം. നിങ്ങളെന്നാ ഹാജരെടുക്കാൻ വന്നു? ചിറ്റപ്പനുണ്ട്, എല്ലാരും ഉണ്ട്. അറിയാൻ മേലാത്തവരായിട്ട് ആരും ഇല്ല. ഞങ്ങൾ എറണാകുളം വരെ പോയിട്ട്